നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില നടപടികൾ റദ്ദാക്കി ഗവർണർ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ അധ്യാപകരായ പ്രൊഫസർ പി രവീന്ദ്രൻ, പ്രൊഫസർ ടി എം വാസുദേവൻ എന്നിവരുടെ പത്രികകൾ തള്ളിയ റിട്ടേണിംഗ് ഓഫീസറായ രജിസ്ട്രാറുടെയും തീരുമാനം ശരിവെച്ച വൈസ് ചാൻസലറുടെയും നടപടികൾ ഗവർണർ റദ്ദാക്കി. 2 അധ്യാപകരുടെയും നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടത്താൻ ഗവർണർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. റിട്ടേണിംഗ് ഓഫീസറായ രജിസ്ട്രാർ കാലിക്കറ്റ് സർവകലാശാല നിയമപ്രകാരം തന്നിൽ നിക്ഷിപ്തമായ അധികാരത്തെ മറികടന്നുകൊണ്ടാണ് പ്രൊഫസർ രവീന്ദ്രന്റെ, പ്രൊഫസർ വാസുദേവന്റെ പത്രികകൾ തള്ളിയതെന്നാണ് ഗവർണറുടെ ഉത്തരവിൽ പറയുന്നത്. പരാതിയെ തുടർന്ന് സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തിരുന്ന ഗവർണറുടെ ഉത്തരവും പിൻവലിച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഗവർണർക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥികൾക്ക് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നൽകിയ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. സർവകലാശാല നൽകിയ പട്ടിക അവഗണിച്ച് വേണ്ടത്ര യോഗ്യതയില്ലാത്തവരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തെന്ന് ആരോപിച്ച് സർവകലാശാല പട്ടികയിലുള്ളവർ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. വിവേചനാധികാരം ഉപയോഗിക്കേണ്ടത് വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ചല്ലെന്നും ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരമില്ല എന്നും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് ഉത്തരവിൽ തുറന്നടിച്ചു. ഹർജിക്കാരുടെ അവകാശവാദവും കോടതിയുടെ നിരീക്ഷണങ്ങളും കേരള സർവകലാശാല നിയമവും അടിസ്ഥാനമാക്കി 6 ആഴ്ചയ്ക്കകം പുതിയ പേരുകൾ നിർദ്ദേശിക്കണമെന്നായിരുന്നു കോടതി ചാൻസലറായ ഗവർണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഫൈൻ ആർട്സ്, സ്പോർട്സ് മേഖലകളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒഴിവിലേക്കായിരുന്നു ഗവർണറുടെ നാമനിർദ്ദേശം. അഭിഷേക് D. നായർ, SL ധ്രുവിൻ, മാളവിക ഉദയൻ, സുധി സദൻ എന്നിവരുടെ നാമനിർദ്ദേശമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. വിദ്യാർത്ഥി പ്രതിനിധികൾ ബന്ധപ്പെട്ട മേഖലയിൽ മികവ് പുലർത്തുന്നവരാകണമെന്ന സർവകലാശാല ചട്ടം പരിഗണിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഹർജിക്കാരിൽ അരുണിമ അശോക് BA മ്യൂസിക്കിനും TS കാവ്യ BSc മാത്സിനും 1ാം റാങ്ക് നേടിയവരാണ്. നന്ദകിഷോർ യുവജനോത്സവ കലാപ്രതിഭയായിരുന്നു. ദേശീയ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പിൽ വടംവലി വെങ്കല മെഡൽ ജേതാവും ഇന്റർ കൊളീജിയറ്റ് ബെസ്റ്റ് ഫിസിക്സ് ചാമ്പ്യനുമാണ് PS അവന്ത് സെൻ. ഇവരെക്കാൾ മികവുള്ളവരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്ന് കാണിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേരള സെനറ്റിലേക്ക് സർക്കാർ പ്രതിനിധികളായി 3 പേരെ നാമനിർദ്ദേശം ചെയ്തത് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. G. മുരളീധരൻ പിള്ള, ഡോക്ടർ JS ഷിജു ഖാൻ, R. രാജേഷ് എന്നിവരെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തതിനെതിരെ തിരുവനന്തപുരം സ്വദേശി KN മധുസൂദനൻ പിള്ള നൽകിയ ഹർജിയാണ് തള്ളിയത്. 3 പേരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനുഭവ പരിജ്ഞാനമില്ലാത്തവരാണെന്നും ഇവർക്കെതിരെ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുമായിരുന്നു ഹർജിയിൽ ഉന്നയിച്ചിരുന്ന ആരോപണം. എന്നാൽ ഇവർ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്തവരാണെന്ന് പറയാനാവില്ലെന്നും കേസുകൾ പൊതുജീവിതവുമായി ബന്ധപ്പെട്ടാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുമില്ല. കേസുള്ളത് അയോഗ്യതയാണെന്ന് പറയാനാവില്ല എന്നുമായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.